മാജിക് മാത്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം വർഷ ITI വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റിലെ വർക്ക് പവർ ആൻഡ് എനർജി എന്ന ചാപ്റ്ററിലെ പവർ ആൻഡ് എനർജി എന്ന ടോപ്പിക്കാണ്. വർക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഇദ്ദേഹം ഒരു സെക്കൻഡിൽ 25 ജൂൾ വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം ഒരു മിനിറ്റിൽ 120 ജൂൾ വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം ഒരു മണിക്കൂറിൽ 700 ജൂള് വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം 2 സെക്കൻഡിൽ 60 ജൂള് വർക്ക് ചെയ്യുന്നു. ഇത് 4 അസംഷൻ വാല്യൂ ആണ്. 25നെ നമ്മൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 25 എന്താ ഇവിടുത്തെ വർക്കാണ് അല്ലെ? എത്ര ടൈമില്? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക്. ഒന്നാമത്തെ കേസിലുള്ള പവർ ഈക്വൽ ടു 25 ആണ്. അപ്പോൾ ഒന്നാമത്തെ കേസില് പവറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. രണ്ടാമത്തെ കേസിൽ 120 ആണ് പവർ. അപ്പൊ രണ്ടാമത്തെ കേസിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു മിനിറ്റിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. ഇനി മൂന്നാമത്തെ കേസിൽ 700നെയാണ് പവർ എന്ന് പറയുന്നത്. ഇവിടെ മൂന്നാമത്തെ കേസിൽ എങ്ങനെ പവർ ഡിഫൈൻ ചെയ്യാം? ഒരു മണിക്കൂർ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. നാലാമത്തെ കേസിൽ 60 ജൂള് 2 സെക്കൻഡിലാണ് പോയത്. ഇവിടെ 60 ജൂളിന് നമുക്ക് പവർ എന്ന് പറയാൻ പറ്റൂല, കാരണം അത് 2 സെക്കൻഡിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പൊ ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് തന്നെയാണ്. എത്ര ടൈം ആവണം? ഒരു സെക്കൻഡ് ആവാം, ഒരു മിനിറ്റ് ആകാം, ഒരു അവർ ആകാം അല്ലെ? അപ്പൊ പവർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 മിനിറ്റ്, 1 സെക്കൻഡ്, 1 അവർ, യൂണിറ്റ് ടൈം. ആ യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കും എന്ന് പറയാം. വർക്ക് ചെയ്യുന്ന തോതിനെ നമുക്ക് പവർ എന്ന് പറയാം. ഇവിടെ 60 ജൂള് 2 സെക്കൻഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 60 നമുക്ക് അതിന്റെ പവർ എന്ന് പറയാൻ പറ്റൂല, കാരണം യൂണിറ്റ് ടൈം അല്ല. ഇവിടത്തെ പവർ എത്രയാണ്? 30. അതെങ്ങനെ കിട്ടിയത്? 60/2. 30 എന്താ ഇവിടത്തെ പവർ? 60 വർക്ക്, 2 ടൈം. ആ പവറിന്റെ ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇനി SI യൂണിറ്റ്, പവറിന്റെ SI യൂണിറ്റ് എന്താണ് നോക്കാം. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ, ടൈമിൻ്റെത് സെക്കൻഡ്. ഇപ്പൊ ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിന്റെ SI യൂണിറ്റ്. 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എന്ന് പറയാം. 1 ജൂൾ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു വാട്ട്. ഇനി നമ്മള് മെക്കാനിക്കൽ ഡിവൈസ്, പമ്പ്, മോട്ടോർ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ പവർ എങ്ങനെയാ റേറ്റ് ചെയ്യാറ്? വാട്ടിലാണോ? അല്ല, അതിന് മറ്റൊരു യൂണിറ്റ് ഉണ്ട്. അത് പറയും പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ അല്ലെങ്കിൽ മെക്കാനിക്കൽ യൂണിറ്റ് ഓഫ് പവർ. ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ ഇസ് ഈക്വൽ ടു HP അഥവാ ഹോസ് പവർ. അപ്പൊ വാട്ടും പവറിന്റെ യൂണിറ്റ് ആണ്, ഹോസ് പവർ അഥവാ HP-യും പവറിന്റെ യൂണിറ്റ് ആണ്. ബ്രിട്ടീഷ് സിസ്റ്റത്തില് 1 HP is equal to 746 വാട്ട് ഈക്വൽ ടു 550 ഫീറ്റ് പൗണ്ട് പെർ സെക്കൻഡ്. മെട്രിക് സിസ്റ്റത്തില് 1 HP is equal to 736 വാട്ട് അല്ലെങ്കിൽ 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 2 ആൾക്കാരും, ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും ഈ ലോഡ് അഥവാ ഫോഴ്സിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ലിഫ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്, 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ. ലിഫ്റ്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്, 0.4 മീറ്റർ. 0.4 മീറ്റർ. പക്ഷെ ലിഫ്റ്റ് ചെയ്യുന്ന ടൈം വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ആള് 4 സെക്കൻഡ് കൊണ്ടും രണ്ടാമത്തെ ആള് 2 സെക്കൻഡ് കൊണ്ടാണ് ഫോഴ്സിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 2 ആൾക്കാരും ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എത്തിയ ഇവിടുത്തെ വർക്ക്. വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. 200 ഇൻറ്റു 0.4 ഈക്വൽ ടു 80 ജൂളാണ്. 2 ആൾക്കാരും ചെയ്യുന്ന വർക്ക് 80 ജൂളാണ്. ഇനി ഒന്നാമത്തെ ആള് ചെയ്യുന്ന പവർ.
പവറിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം. ഇവിടുത്തെ വർക്ക് ഈക്വൽ ടു 80 ജൂൾ, ടൈം ഈക്വൽ ടു ഒന്നാമത്തെ എത്രയാ ടൈം? 4 ഈക്വൽ ടു 20 വാട്ട്. ഒന്നാമത്തെ പവർ ഈക്വൽ ടു 20 വാട്ട്. രണ്ടാമത്തെ പവർ ഈക്വൽ ടു ഇക്വേഷൻ സെയിം ആണ്, വർക്ക് ബൈ ടൈം. രണ്ടാമത്തെ വർക്ക് എത്രയാണ്? 80 ആണ്. ടൈം ഈക്വൽ ടു 2 ഈക്വൽ ടു 40 വാട്ട്. അപ്പൊ രണ്ടാമത്തെ പവർ ഇസ് ഈക്വൽ ടു 40 വാട്ട്. അപ്പോൾ വർക്ക് ഇവിടെ സെയിം ആണ്, പക്ഷെ പവർ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് പവർ എച്ച് പിയിൽ കാണണം. നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയ വർക്ക് ബൈ ടൈം എന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താലും കിട്ടും. പക്ഷെ നമുക്ക് അതിലും എളുപ്പമായിട്ട് ഡയറക്റ്റ് ആയിട്ട് എച്ച് പിയിലേക്ക് ആൻസർ കിട്ടാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: പവർ ഇൻ എച്ച് പി is equal to ഫോഴ്സ് ഇൻ കിലോഗ്രാം ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ബൈ 75 ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്. ഇതാണ് എച്ച് പിയിൽ പവർ കാണേണ്ട ഇക്വേഷൻ. പവർ ഇൻ എച്ച് പി is equal to ഫോഴ്സ് ഇൻ കിലോഗ്രാം ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ബൈ 75 ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്. ഈ ഒരു മെഷീൻ, ആ മെഷീനിൽ 50 വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ആ 50 വാട്ട് നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ടുള്ള പവർ ആയിട്ട് പുറത്തേക്ക് കിട്ടും ഇല്ല, കുറെ എണ്ണം ഫ്രിക്ഷൻ ആയിട്ട് നഷ്ടപ്പെടും. അപ്പൊ 40 വാട്ട് പവർ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഈ 50 വാട്ടിന് പറയാം ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ അഥവാ IHP. അപ്പൊ എന്താണ് IHP എന്ന് പറഞ്ഞെങ്കിൽ 50നെ ഡിഫൈൻ ചെയ്താൽ മതി. 50 എന്താണ്? ആ എഞ്ചിനകത്ത് അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ അകത്ത് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ പറയുന്ന പേരാണ് IHP അഥവാ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. ഒരു എഞ്ചിൻ അഥവാ സിലിണ്ടറിന്റെ അകത്ത് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ പറയുന്ന പേരാണ് IHP അഥവാ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. 40 വാട്ട് എന്താ? നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് കിട്ടുന്ന പവറിനെ പറയുന്ന പേരാണ് 40 വാട്ട്. ഇതിനെ പറയുന്ന പേരാണ് BHP അഥവാ ബ്രേക്ക് ഹോഴ്സ് പവർ. ഇപ്പൊ ബ്രേക്ക് ഹോഴ്സ് പവറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മൾക്ക് യൂസ്ഫുൾ വർക്കായിട്ട് കിട്ടുന്ന പവറിനെ പറഞ്ഞ പേരാണ് BHP അഥവാ ബ്രേക്ക് ഹോഴ്സ് പവർ. ഇവിടെ 10 വാട്ട് എന്താണ്? ഫ്രിക്ഷൻ മൂലം നഷ്ടപ്പെടുന്ന പവർ, ദാറ്റ് ഇസ് FHP, ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ. അപ്പോഴ് ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു എഞ്ചിൻ അഥവാ സിലിണ്ടറിന്റെ അകത്ത് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ പറഞ്ഞ പേരാണ് ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ അഥവാ IHP. ബ്രേക്ക് ഹോഴ്സ് പവർ എന്താണ്? യൂസ്ഫുൾ വർക്കായി കിട്ടുന്ന പവറിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഹോഴ്സ് പവർ അഥവാ BHP, ദ പവർ അവൈലബിൾ ഫോർ യൂസ്ഫുൾ വർക്ക്. IHP മൈനസ് BHP ഈസ് ഈക്വൽ ടു FHP. എഫിഷ്യൻസി, നമുക്ക് എഫിഷ്യൻസി കാണാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചു. എന്താ ഇക്വേഷൻ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ശതമാനത്തിലായതുകൊണ്ട് ഇൻറ്റു 100. അപ്പൊ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. ഇനി മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? BHP ആണ്. ഇൻപുട്ട് ഈസ് ഈക്വൽ ടു IHP ആണ് ഇൻറ്റു 100. ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു BHP ബൈ IHP ഇൻറ്റു 100. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Calculate the power required to move a body acted by a force of 750 Newton moves through a 12 meter in 10 seconds. 750 ന്യൂട്ടൺ ഫോഴ്സ് 12 മീറ്റർ 10 സെക്കൻഡിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ പവർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് തന്ന ഡാറ്റാസ് നോക്കി എഴുതാം. ഫോഴ്സ് ഓഫ് 750 ന്യൂട്ടൺ, ഇപ്പോഴ് ഫോഴ്സ് ഈക്വൽ ടു 750 ന്യൂട്ടൺ. 12 മീറ്റർ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 12 മീറ്റർ. ഇൻ 10 സെക്കൻഡ്, ഇപ്പോഴ് ടൈം ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്. നമ്മൾക്ക് എന്താണ് കാണേണ്ടത്? പവർ ആണ് കാണേണ്ടത്. പവർ കാണേണ്ട ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം. ഇപ്പൊ ഇവിടെ ടൈം ഉണ്ട് 10 സെക്കൻഡ്, പക്ഷെ എന്തില്ല? വർക്ക് ഇല്ല. അപ്പൊ ആദ്യം വർക്ക് കാണാം. വർക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ വാല്യൂ നമ്മൾക്ക് ഉണ്ട്. എത്രയാണ്? 750 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 12 ഈക്വൽ ടു 9000 ജൂൾ.
ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വർക്കിന്റെ എത്രയാ വാല്യൂ? 9000 ടൈം ഇസ് ഈക്വൽ ടു 10 ഈക്വൽ ടു 900 വാട്ട്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് വെയിറ്റ് 225 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ത്രൂ 300 മീറ്റർ ഇൻ 9 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ഹോഴ്സ് പവർ. 225 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു 300 മീറ്ററിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന എത്ര ടൈമില്? 9 സെക്കൻഡില്. അതിനാവശ്യമായ ഹോഴ്സ് പവർ, പവർ ഇൻ HP ആണ് കാണേണ്ടത്. അപ്പൊ പവർ ഇൻ HP യിൽ കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻ കിലോഗ്രാം ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ബൈ 75 ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്. ഓരോ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സ് ഇൻ കിലോഗ്രാം 225 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 300 ബൈ 75 ഇൻറ്റു ടൈം എത്രയാണ്? 9 ഈക്വൽ ടു 67500 ബൈ 675 ഈക്വൽ ടു 100 HP. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പമ്പ് ക്യാൻ റൈസ് 100 liters of water through a height of 200 meter in 1 minute, calculate the horsepower. 100 ലിറ്റർ വാട്ടർ 200 മീറ്റർ ഹൈറ്റിലേക്ക് 1 മിനിറ്റ് ഉപയോഗിച്ചിട്ട് പമ്പ് ഉപയോഗിച്ചിട്ട് റൈസ് ചെയ്യുമ്പോൾ ആവശ്യമായ ഹോഴ്സ് പവർ കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് തന്ന ഡാറ്റാസ് ഒക്കെ എഴുതാം. ചെയ്യണം. മാസ് ഈക്വൽ ടു 100 ലിറ്റർ, ഹൈറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 200 മീറ്റർ, ടൈം ഈക്വൽ ടു 1 മിനിറ്റ്. പവർ ഇൻ HP കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻ കിലോഗ്രാം ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ബൈ 75 ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഫോഴ്സ് ഇൻ കിലോഗ്രാം മീൻസ് 100 ലിറ്റർ ആണ് ഇവിടെ ഉള്ളത് അല്ലെ? കിലോഗ്രാമിലാണ് വേണ്ടത്. 1 ലിറ്റർ വെള്ളവും 1 കിലോഗ്രാം വെള്ളവും തുല്യമാണ്. അപ്പോഴ് 100 ലിറ്റർ ഈക്വൽ ടു 100 കിലോഗ്രാം. ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ഇവിടെ തന്നെയുണ്ട്, മീറ്റർ തന്നെയുണ്ട്. ടൈം ഇൻ സെക്കൻഡ്, പക്ഷെ ഇവിടെ എന്തിനാണുള്ളത്? മിനിറ്റിലാണുള്ളത്. എങ്ങോട്ട് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 100 ഇൻറ്റു 200 ബൈ 75 ഇൻറ്റു 60 ഈക്വൽ ടു 20000 ബൈ 4500 ഈക്വൽ ടു 4.4 HP. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് ഓഫ് എ മോട്ടോർ ഈസ് 640 വാട്ട്സ്, ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് 520 വാട്ട്സ്, കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഇൻ പെർസെന്റേജ്. ഒരു മോട്ടോറിന്റെ ഇൻപുട്ട് 640 വാട്ടും ഔട്ട്പുട്ട് 520 വാട്ടും ആണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കാണുക. ആദ്യം ഇൻപുട്ട് ഉണ്ട്, എത്രയാണ്? 640 വാട്ട്. ഔട്ട്പുട്ട് ഉണ്ട്, എത്രയാണ്? 520 വാട്ട്. ഇനി ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി തന്നാൽ എഫിഷ്യൻസി കാണേണ്ട ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഔട്ട്പുട്ട് 520 ബൈ 640 ഇൻറ്റു 100 ഈക്വൽ ടു 81.125. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ വെൻ IHP ഈക്വൽ ടു 64 കിലോവാട്ട് ആൻഡ് BHP ഈക്വൽ ടു 56 കിലോവാട്ട്. ഒരു എഞ്ചിന്റെ IHP 64 കിലോവാട്ടും BHP 56 കിലോവാട്ടും ആണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കാണണം. അപ്പൊ തന്ന കാര്യം എന്തൊക്കെയുണ്ട്? IHP ഈക്വൽ ടു 64 കിലോവാട്ട്, BHP ഈക്വൽ ടു 56 കിലോവാട്ട്. IHPയും BHPയും തന്നെങ്കിൽ എഫിഷ്യൻസി കാണേണ്ട ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു BHP ബൈ IHP ഇൻറ്റു 100. BHP ന്റെ വാല്യൂ 56, HP ന്റെ വാല്യൂ 64 ഇൻറ്റു 100 ഈക്വൽ ടു 87.5. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഫുട്ബോൾ കളിക്കുമ്പോഴും എഴുതുമ്പോഴും ഓടുമ്പോഴും സൈക്കിൾ ഓടിക്കുമ്പോൾ എപ്പോഴും എനർജി ആവശ്യമാണ്. എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? ഏറ്റവും വലിയ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ സൺ ആണ്. ഇപ്പോൾ എന്താ എനർജി എന്ന് പറഞ്ഞാൽ?
എനർജി ഈസ് ദ അബിലിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് എനർജി. എനർജിയുടെ യൂണിറ്റ് വർക്കിന്റെ അതേ യൂണിറ്റ് തന്നെയാണ്. എന്താണ് വർക്കിന്റെ യൂണിറ്റ്? ജൂള്. അതുകൊണ്ട് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. എനർജിയുടെ ഇക്വേഷൻ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. വേരിയസ് ടൈപ്പ് ഓഫ് എനർജി നമുക്ക് ചുറ്റുമുണ്ട്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. ഇതിൽ രണ്ട് എനർജി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇവിടെ ഈ കാറ് മൂവ് ചെയ്യുമ്പോൾ എന്ത് എനർജിയാണ് ഉള്ളത്? ഇവിടെ സൈക്കിൾ മൂവ് ചെയ്യുമ്പോഴും ഓടുമ്പോഴും മോഷൻ ഉണ്ട്. അപ്പോഴുള്ള എനർജിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പോഴെന്താണ് കൈനറ്റിക് എനർജി? ഒരു വസ്തുവിന്റെ മോഷൻ കൊണ്ട് അഥവാ ചലനം കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന്റെ മോഷൻ കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് kinetic energy. The energy possessed by a body because of its motion. Kinetic energy equal to half mv square. അതാണ് kinetic energy equation. Kinetic energy is equal to half mv square. m എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ മാസ് ആണ്. v എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ വെലോസിറ്റി ആണ്. അപ്പോൾ kinetic energy is equal to half mv square. ഡിഫറെന്റ് കൈനറ്റിക് എനർജി ഉണ്ട്. മൂവ് ചെയ്യുന്ന ബൈസൈക്കിൾ, മൂവ് ചെയ്യുന്ന കാറ്, വിൻഡ്, ഒഴുകുന്ന വെള്ളം, ഗണ്ണെന്നുള്ള ബുള്ളറ്റ്, ഇതൊക്കെ കൈനറ്റിക് എനർജിക്കുള്ള എക്സാമ്പിൾസ് ആണ്. വിൻഡ് വില്ലും കൈനറ്റിക് എനർജിക്കുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ്. ടാങ്കിലുള്ള വെള്ളത്തിന് ഒരു എനർജി ഉണ്ട്. ആ എനർജി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പൊസിഷൻ കൊണ്ടാണ് അല്ലെ? അതേപോലെ ഇദ്ദേഹത്തിനും അതിന്റെ പൊസിഷൻ കൊണ്ട് ഒരു എനർജി ഉണ്ട്. ഈ എനർജിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. The energy possessed by a body by virtue of its position. ഈ സ്ട്രെച്ച് റബ്ബറിനും ഒരു എനർജി ഉണ്ട്. ഈ കംപ്രസർ സ്പ്രിങ്ങിനും ഒരു എനർജി ഉണ്ട്. അതുകൊണ്ടാണ് അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരികെ പോകുന്നത്. ഇവിടെ രണ്ടിനും എനർജി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ടാവുന്നത് അതിന്റെ സ്ട്രെസ് മൂലമാണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ് മൂലമാണ് എനർജി ഉണ്ടാകുന്നത്. ഈ എനർജിയെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഉണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഉണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിച്ച് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് സ്ട്രെസ്. എം മാസ് ഉള്ള ഒരു വസ്തുവിനെ h ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh. m എന്ന് പറഞ്ഞ ആ വസ്തുവിന്റെ മാസ് ആണ്. g മീൻസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 980 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. h എന്ന് പറഞ്ഞ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഒബ്ജെക്ട് മാസ് 30 കിലോഗ്രാം ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. 30 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് 8 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം തന്ന ഡാറ്റാസ് ഒക്കെ എഴുതാം. മാസ് ഈക്വൽ ടു 30 കിലോഗ്രാം, വെലോസിറ്റി ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഹാഫ് m മീൻസ് മാസ്, മാസ് എത്രയാണ്? 30 ഇൻറ്റു v സ്ക്വയർ, v മീൻസ് വെലോസിറ്റി, അപ്പോൾ 8 സ്ക്വയർ ഈക്വൽ ടു 960 ജൂൾ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബുള്ളറ്റ് ഓഫ് മാസ് 5 gram ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 500 മീറ്റർ പെർ സെക്കൻഡ്. 5 gram ഉള്ള ഒരു ബുള്ളറ്റ് 500 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. മാസ് ഈക്വൽ ടു 5 gram. ഇവിടെ ഓപ്ഷൻ ഉള്ളത് ജൂൾ ആണ്. ജൂൾ SI യൂണിറ്റ് ആണ്. പക്ഷെ മാസ് ഉള്ളത്
സി ജി എസ് സിസ്റ്റത്തിലാണ് അല്ലെ. ഗ്രാം സി ജി എസ് സിസ്റ്റത്തിലുള്ള മാസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അത് എസ് ഐ സിസ്റ്റത്തിലേക്ക് മാറ്റണം. എസ് ഐ സിസ്റ്റത്തില് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ ഗ്രാമിനെ ആദ്യം കിലോഗ്രാമിലേക്ക് മാറ്റാം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5/1000 ഈക്വൽ ടു 0.005 കിലോഗ്രാം. വെലോസിറ്റി ഈക്വൽ ടു 500 മീറ്റർ പെർ സെക്കൻഡ്. ഇനി കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു 1/2 0.005 ഇൻറ്റു 500 സ്ക്വയർ 625. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ ബോഡി ഓഫ് മാസ് 2000 gram kept on the top of a pole 25 meter height? 2000 ഗ്രാമുള്ള ഒരു വസ്തു 25 മീറ്റർ ഹൈറ്റിൽ വെച്ചാൽ എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാസ് ഈക്വൽ ടു 2000 ഗ്രാം ആണ്. സി ജി എസ് സിസ്റ്റത്തിലാണ്. തന്ന ഓപ്ഷൻ എസ് ഐ സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് ഗ്രാമിനെ നേരെ എസ് ഐ സിസ്റ്റമായ കിലോഗ്രാമിലേക്ക് മാറ്റാം. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2000/1000 ഈക്വൽ ടു 2 കിലോഗ്രാം. ഹൈറ്റ് ഈക്വൽ ടു 25 മീറ്റർ. പൊട്ടൻഷ്യൽ എനർജി കണ്ട ഇക്വേഷൻ എന്താണ്? mgh. m ഈക്വൽ ടു മാസ് ഈക്വൽ ടു 2 കിലോഗ്രാം. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. h ഈക്വൽ ടു 25 ഈക്വൽ ടു 490 ജൂൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ കാറ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി, ഇത് പൊട്ടൻഷ്യൽ എനർജി, ഇത് ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ്. കാറ് ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ചലനം കൊണ്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജി ഉണ്ടാകും. അതിവിടെ കാണുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നുണ്ട്, കൈനറ്റിക് എനർജി കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആണ്. അപ്പോൾ ഒരു ഫോമിലുള്ള എനർജി മറ്റൊരു ഫോമിലേക്ക് മാറുന്നതാണ്, അല്ലാതെ പുതിയതായിട്ട് ഒരു എനർജി ഉണ്ടാവുന്നില്ല. ടോട്ടൽ എനർജി എവിടെയും നശിക്കുന്നില്ല, കാരണം എപ്പോഴും സെയിം ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ടോട്ടൽ എനർജി എപ്പോഴും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഒരു എനർജിയാണ് മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നത്. ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആണ്. ഇവിടെ ഡംബല് താഴേക്കിടുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി നീല ലൈൻ കാണിച്ചിരിക്കുന്നു. താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ മോഷൻ കൊണ്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജി ചുവപ്പ് ലൈൻ കാണിച്ചിരിക്കുന്നു. ടോട്ടൽ എനർജി മഞ്ഞ ലൈനിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു എനർജി കുറയുന്നുണ്ട്, മറ്റേ എനർജി കൂടുന്നുണ്ട്. പക്ഷെ ടോട്ടൽ എനർജി എപ്പോഴും എന്താണ്? സെയിം ആണ്. ഒരു ബൾബിലേക്ക് 100 ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായാൽ ലൈറ്റ് എനർജി ആയിട്ട് 80 ജൂളും ഹീറ്റ് എനർജി ആയിട്ട് 20 ജൂളും പുറത്തേക്ക് വന്നു. അപ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും എന്താ? ഇവിടെ സെയിം ആണ്. 100 ജൂളാണ് ടോട്ടൽ എനർജി. അപ്പൊ ഇത്ര എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? എനർജി നിർമ്മിക്കുന്നില്ല, നശിക്കുന്നുമില്ല. പക്ഷെ എന്തേ ചെയ്യുന്നുള്ളൂ? ഒരു ഫോമിലുള്ള എനർജി മറ്റൊരു ഫോമിലേക്ക് മാത്രം ചെയ്യുന്നത്, അല്ലാതെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കാണ് മാറ്റുന്നത്, അല്ലാതെ പുതിയതായിട്ടൊരു എനർജി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായ ഒരു എനർജി നശിപ്പിക്കുന്നില്ല. അപ്പൊ എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കുള്ളൂ. ഈ നിയമത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഒരു ഫോമിലുള്ള എനർജി മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കുള്ളൂ. എനർജി cannot be created or destroyed but only changed from one form to another or transformed from one object to another. ഒരു ബാറ്ററിയിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ഇത് ജനറേറ്ററിൽ മാറുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? മെക്കാനിക്കൽ എനർജിയെ
ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഒരു ബൾബിൽ എന്താ ഉള്ളത്? ഇലക്ട്രിക്കൽ എനർജിയെ മെയിൻ ആയിട്ട് ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. ഒരു ഓട്ടോമൊബൈലില് കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഇനി ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ചെയ്യുന്ന തോതിനെ പറയുന്ന പേരെന്താ? പവർ അല്ലെ? വർക്ക് ചെയ്യുന്ന തോതിനെ പറയുന്ന പേരാണ് പവർ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ദ എനർജി പ്രോസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഇസ് കോൾഡ്. ഇതുപോലെ ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ട്, സ്ഥാനം കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരെന്താ? ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് യൂണിറ്റ് ആസ് ജൂൾ? ഈ പറയുന്ന 4 ഓപ്ഷനിൽ ജൂൾ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. കൈനറ്റിക് എനർജി ഒരു ടൈപ്പ് ഓഫ് എനർജി ആണ്, അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. പൊട്ടൻഷ്യൽ എനർജിയും ഒരു ടൈപ്പ് എനർജിയാണ്, അതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. പക്ഷെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോ ന്യൂട്ടൺ ആണ് ജൂൾ യൂണിറ്റ് അല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ജനറേഷൻ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം പ്രോസസ്. വൈദ്യുതി നിലയങ്ങളില് ഡാമില് സ്റ്റോർ ചെയ്ത വാട്ടർ എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചത്. ഇലക്ട്രിക്കൽ എനർജി ആണോ, കൈനറ്റിക് എനർജി ആണോ, പൊട്ടൻഷ്യൽ എനർജി ആണോ, തെർമൽ എനർജി ആണോ? ഇവിടെ പൊസിഷൻ കൊണ്ടാണ് ഈ വാട്ടറിന് എനർജി കിട്ടുന്നത്. അങ്ങനെ സ്ഥാനം കൊണ്ടുണ്ടാവുന്ന എനർജിയെ പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? താഴെ പറഞ്ഞതിൽ ഏതാണ് എനർജിയുടെ യൂണിറ്റ്? കിലോ വാട്ട് യൂണിറ്റ് അല്ല, ഹോഴ്സ് പവർ എനർജിയുടെ യൂണിറ്റ് അല്ല, ജൂൾ എനർജിയുടെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡെഫിനേഷൻ, ഇക്വേഷൻ ആൻഡ് യൂണിറ്റ്സ് ഓഫ് പവർ. പവറിന്റെ ഇക്വേഷൻ പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു, യൂണിറ്റ് പഠിച്ചു. എന്താണ് പവർ എന്ന് പറഞ്ഞെങ്കിൽ? യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പവർ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആൻഡ് യൂണിറ്റ് വാട്ട്. മെക്കാനിക്കൽ പ്രാക്ടിക്കൽ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഹോഴ്സ് പവർ. അതേപോലെ എനർജിയുടെ ഡെഫിനേഷനും ഇക്വേഷനും യൂണിറ്റ്സും പഠിച്ചു. ദ അബിലിറ്റി ഓഫ് ഡൂയിങ് എ വർക്ക് ചെയ്യാനുള്ള കഴിവിനെ എനർജി എന്ന് പറയുന്നു. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. അതേപോലെ വേരിയസ് ടൈപ്പ് ഓഫ് എനർജി പഠിച്ചു. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ നമ്മൾ പഠിച്ചു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പഠിച്ചു. എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് വർക്ക്, പവർ, എനർജി ചാപ്റ്ററിലെ പവർ ആൻഡ് എനർജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.